രാജ്യത്ത് സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറുകളായിരുന്നു നേരത്തെ അനുവദിച്ചിരുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം ലഭ്യമായ സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചത്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ ഇടിവെട്ടിയവന്റെ തലയെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ ഉജ്ജ്വല യോജന വന്നതോടുകൂടെ ഗ്യാസ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി. അത് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ 4 വെട്ടിക്കുറയ്ക്കുമ്പം സബ്സിഡി ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് അതൊരു വലിയൊരു അടിയായി മാറുകയാണല്ലോ. ക്രിസ്tina 2016 ഈ പദ്ധതി ആദ്യം തുടങ്ങുന്ന വേളയിൽ 12 സിലിണ്ടറുകളാണ് ഒരു കുടുംബത്തിന് 12 സിലിണ്ടറുകളാണ് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ അത് പിന്നീട് 9 പരിമിതപ്പെടുത്തുകയും ഇപ്പോൾ ആ 9 4 കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കേന്ദ്രം നൽകുന്ന വിശദീകരണം, പെട്രോളിയം മന്ത്രാലയം നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ പറയുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വില വർധനവാണ് ഈ കാര്യങ്ങളിലേക്ക് അടക്കം എത്തിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 2 തവണയായി ഈ സിലിണ്ടറിന്റെ വില വർദ്ധിച്ചത് കാരണം 89 രൂപയോളമാണ് ഈ കഴിഞ്ഞ 2 തവണകളിലായിട്ട് വർധനമുണ്ടായത്. അത് ഈ സബ്സിഡിയിലേക്ക് വരുമ്പോൾ ഇതോടെ ഈ സിലിണ്ടറിന് 942 രൂപയാണ് നൽകേണ്ടി വരിക. ഇതിൽ 300 രൂപ സബ്സിഡി ക്രമീകരിച്ച ശേഷം ബാക്കി 642 രൂപ ഒരു ഉപഭോക്താവ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഈ 4 സിലിണ്ടറുകൾ എന്ന നിലയിലേക്ക് ഇത് പരിമിതപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഉജ്ജ്വൽ യോജന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്രയിക്കുന്നവർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. ഒരു വശത്ത് ഈ സിലിണ്ടറുകളുടെ വില വർധനവുണ്ടാകുന്നു, അതിനിടയിലാണ് ഈ സിലിണ്ടറുകളുടെ എണ്ണം കൂടി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അവരെ ആശങ്കയിൽ ആഴ്ത്തുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.